എല്ലാവർക്കും ക്യൂസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് SSCRT ബേസിക് സയൻസിൻ്റെ 19ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പ്രധാന ശബ്ദ സവിശേഷതയായ സ്ഥായി, അതായത് പിച്ചിനെ കുറിച്ചാണ്. എന്തായിരുന്നു സ്ഥായി? കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി എന്ന് പറയുന്നത്. ഈ സ്ഥായി ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. സ്ഥായി കൂടിയ ശബ്ദം, അതായത് കൂർമ്മത കൂടിയ ശബ്ദത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്ത്രീ ശബ്ദം, കുയിൽ ശബ്ദം, വിസില് തുടങ്ങിയവ. സ്ഥായി കുറഞ്ഞത്, അതായത് കൂർമ്മത കുറഞ്ഞ ശബ്ദത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പുരുഷ ശബ്ദം, സിംഹത്തിന്റെ അലറൽ തുടങ്ങിയവ. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാന ശബ്ദ സവിശേഷതയാണ് ഉച്ചത. ഉച്ചത എന്ന ശബ്ദ സവിശേഷത പഠിക്കുന്നതിന് മുമ്പ് തരംഗങ്ങളുടെ ആയതി എന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കണം. എന്താണ് ആയതി? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പ്രവർത്തന തത്വം നമ്മൾ പഠിച്ചതാണ്. ഈ സിമ്പിൾ പെൻഡുലത്തിൽ നൂലിൽ കെട്ടിയിരിക്കുന്ന ഈ കല്ല് അല്ലെങ്കിൽ ഈ ഭാരമേറിയ വസ്തു അല്പം നീക്കി വിട്ടു നോക്കുക. അപ്പോൾ അവിടെ ഒരു ചലനം ഉണ്ടാകുന്നു. ആ ചലനത്തെ നമ്മൾ എന്താ പറയുന്നത്? ദോലനം എന്ന് പറയാം. ഈ ദോലനം എന്നത് നമ്മൾ പഠിച്ചു ഒരു തരത്തിലൊരു കമ്പനമാണ്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചലനമാണ്. ഇത്തരത്തിലുള്ള ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ കമ്പനം ശ്രദ്ധിക്കുക. ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ തുലന സ്ഥാനത്ത് നിന്ന്, അതായത് സാധാരണ അനങ്ങാതെ നിൽക്കുമ്പോഴുള്ള ആ സ്ഥാനത്ത് നിന്ന് കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് അതിന്റെ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്നത് സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഞാനിവിടെ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആയതി എന്നാൽ തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ്. മേശയിൽ ഉറപ്പിച്ചു നിർത്തിയ ഈ ഹാക്സോ ബ്ലേഡിന്റെ ആയതിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെ? ആയതി എങ്ങനെയാണ് കണക്കാക്കുന്നത്? തുലന സ്ഥാനത്ത് നിന്നും ഈ ഹാക്സോ ബ്ലേഡിനുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. വാദ്യോപകരണങ്ങളായ ചെണ്ട, മദ്ദളം തുടങ്ങിയ കൊട്ടുവാദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ മൃദുവായും ശക്തമായും കൊട്ടുമ്പോഴുണ്ടാകുന്ന ആയതിയുടെ വ്യത്യാസമാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. മൃദുവായി കൊട്ടുമ്പോഴുള്ള ആയതി വളരെ കുറവായിരിക്കും, അല്ലെ? ശക്തമായി കൊട്ടുമ്പോഴുണ്ടാകുന്ന ആയതിയോ വളരെ വലുതാണ്. ഈ ആയതിയിലുള്ള വ്യത്യാസമാണ് അവിടെ ഒച്ച കൂടാൻ കാരണം. വാദ്യോപകരണങ്ങളായ ചെണ്ട, മദ്ദളം തുടങ്ങിയ കൊട്ടുവാദ്യങ്ങളിൽ മൃദുവായും ശക്തമായും കൊട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിന് കാരണം ഉച്ചത എന്ന സവിശേഷതയിലുള്ള വ്യത്യാസമാണ്. ഈ ഉച്ചത എന്നത് ആയതിയെ ആശ്രയിച്ചിരിക്കുന്നു. വാദ്യോപകരണങ്ങൾ കൊട്ടുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് ഉച്ചത കൂടിയ ശബ്ദം ഉണ്ടാകുന്നത്? എപ്പോഴാണ്? ശക്തമായി കൊട്ടുമ്പോഴാണ്, അല്ലെ? കമ്പന ആയതി കൂടുന്നത് എപ്പോഴാണ്? അതും ശക്തമായി കൊട്ടുമ്പോഴാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? ശക്തിയായി കൊട്ടുമ്പോൾ കമ്പന ആയതി കൂടുന്നു. കമ്പന ആയതി കൂടുമ്പോൾ ആവൃത്തി വർദ്ധിക്കുകയും തൽഫലമായി ഉച്ചതയും കൂടുന്നു. ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ടാണ് അളക്കുന്നത്. എന്താണ് ഉച്ചത? ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത, അതായത് ലൗഡ്നെസ്. ലൗഡ്നെസ് ആശ്രയിച്ചിരിക്കുന്ന ഏതിനെയൊക്കെയാണ്? കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയുമാണ്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഇത് ഏത് ഉപകരണം കൊണ്ടാണ് അളക്കുന്നത്? ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ടാണ് അളക്കുന്നത്. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ നമുക്ക് സംഗീതം എന്ന് പറയാം. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് സംഗീതം. അരോചകമായതും ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായ ശബ്ദമാണ് ഒച്ച. എന്താണ് ഒച്ച എന്ന് പറയുന്നത്? അരോചകമായതും ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായ ശബ്ദമാണ് ഒച്ച. നമ്മൾ പഠിച്ചു ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് സംഗീതം, അല്ലേ? ഈ സംഗീതത്തിൽ സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും അവയുടെ ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ എന്ന സ്വരത്തിന്റെ ആവൃത്തി എന്നത് 256 ഹെഡ്സ്, രി എന്ന സ്വരത്തിന്റെ ആവൃത്തി എന്നത് 288 ഹെഡ്സും, ഗ എന്ന സ്വരത്തിന്റെ ആവൃത്തി 320 ഹെഡ്സ്, മ എന്ന സ്വരത്തിന്റെ ആവൃത്തി 341 ഹെഡ്സ് തുടങ്ങിയവയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശബ്ദപ്രേഷണത്തെക്കുറിച്ചാണ്. ശബ്ദം പ്രേഷണം ചെയ്യണമെങ്കിൽ, അതായത് ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം അത്യാവശ്യമാണ്. നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ഡെസ്കിന്റെ ഒരറ്റത്ത് ചെവി അമർത്തി വയ്ക്കുക. സുഹൃത്ത് ഡെസ്കിന്റെ മറ്റേ അറ്റത്ത് നഖം കൊണ്ട് ചുരണ്ടട്ടെ. ഉരസുന്നതിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുമോ? കഴിയും, അല്ലേ? ശബ്ദം കേൾക്കാൻ കഴിയും.
ഈ ശബ്ദം നമ്മുടെ ചെവിയിലെത്തിയത് ഏത് മാധ്യമം വഴിയാണ്? ഡെസ്ക് വഴിയാണ് അല്ലേ? ഒരു ഖരവസ്തുവിലൂടെയാണ് നമ്മുടെ ചെവിയിലെത്തിയത്. മറ്റൊരു പ്രവർത്തനം നോക്കാം. ഒരു ബക്കറ്റിൽ നിറയെ ജലമെടുക്കുക. ജലത്തിനുള്ളിലായി ഒരു സ്റ്റീൽ പാത്രം പിടിച്ച് അതിനെ സ്പൂൺ കൊണ്ട് തട്ടി നോക്കുക. തട്ടുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ശബ്ദം ദ്രാവകത്തിലൂടെയും പ്രേഷണം ചെയ്യും. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്? ശബ്ദത്തിന് വായുവിലൂടെ മാത്രമല്ല മറ്റ് ഭൗതിക വസ്തുക്കളിലൂടെയും പ്രേഷണം ചെയ്യാൻ സാധിക്കും. ശബ്ദത്തിന് വായുവിലൂടെ മാത്രമല്ല മറ്റ് ഭൗതിക വസ്തുക്കളിലൂടെയും പ്രേഷണം ചെയ്യാൻ സാധിക്കും. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാറുണ്ട്. എന്താണ് കാരണം? നമുക്കറിയാം, ബഹിരാകാശത്ത് അന്തരീക്ഷമോ വായുവോ ഒന്നുമില്ല അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ മാധ്യമം ഇല്ലാത്തതുകൊണ്ട് ശബ്ദം പ്രേഷണം നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ്. കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെർട്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെർട്സിലുമാണ് കമ്പനം ചെയ്യുന്നത്. അവയുടെ ചിറകടി മൂലം ഉണ്ടാകുന്ന ശബ്ദമാണ് ഒരു മൂളൽ പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. കൊതുകുകളുടെ ചിറകുകൾ എത്ര ആവൃത്തിയിലാണ് കമ്പനം ചെയ്യുന്നത്? 500 ഹെർട്സിൽ. തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി എത്രയാണ്? 300 ഹെർട്സും. ഇത്തരത്തിലുള്ള ഈ ചിറകടിയാണ് നമുക്കൊരു മൂളൽ പോലെ അനുഭവപ്പെടുന്നത്. ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അവ എന്താ ചെയ്യുന്നത്? അവയുടെ ചിറകിൽ പ്രത്യേക അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ് ശബ്ദമുണ്ടാക്കുന്നത്. ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ്. ഇവയുണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതാണ്. ചീവീടുകളുടെ അഭാവം മൂലമാണ് പാലക്കാട് സൈലന്റ് വാലി നാഷണൽ പാർക്കിന് സൈലന്റ് വാലി, അതായത് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? ചീവീടുകളുടെ അഭാവമാണ്. ഉച്ചതയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചിരുന്നു. ഡെസിബൽ എന്നതാണ്. ഈ ഡെസിബൽ എന്നത് ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ രൂപമാണ്. ഈ ബെൽ എന്ന യൂണിറ്റിന് ആ പേര് വരാൻ കാരണം ടെലിഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ പേരിൽ നിന്നാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ ജനിച്ചു. തൻ്റെ 75-ാമത്തെ വയസ്സിൽ 1922 ഓഗസ്റ്റ് 2 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ബധിരരായിരുന്നു. 1876 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാം ബെൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റന്റുമായ വാട്സനുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയത്. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് ഡെസിബൽ. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. ഈ ഉച്ചത 120 ഡെസിബലിൽ കൂടുതലാവുകയാണെങ്കിൽ അത് നമുക്ക് ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദമായിരിക്കും. 120 ഡെസിബലിൽ കൂടുതൽ വന്നാൽ നമുക്കത് ചെവിക്ക് വേദനയുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാക്കും. 100 മീറ്റർ അകലെ നിന്ന് വരുന്ന ജെറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്ന ഉച്ചത എന്നത് 110നും 140 ഡെസിബലിനും ഇടയ്ക്കായിരിക്കും. ജെറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്ന ശബ്ദം 110നും 140നും ഇടയ്ക്കായിരിക്കും. വാഹനത്തിരക്കേറിയ റോഡിൽ നിന്നും വരുന്ന ശബ്ദം 80 ഡെസിബലിനും 90 ഡെസിബലിനും ഇടയ്ക്കായിരിക്കും. വാഹനത്തിരക്കേറിയ റോഡിൽ നിന്ന് വരുന്ന ശബ്ദം 80നും 90നും ഇടയ്ക്ക് ഡെസിബലായിരിക്കും. കാറിൽ നിന്ന് വരുന്ന ശബ്ദം 60 ഡെസിബലിനും 80 ഡെസിബലിനും ഇടയ്ക്കും. സാധാരണ സംഭാഷണം 40 ഡെസിബലിനും 60 ഡെസിബലിനും ഇടയ്ക്കായിരിക്കും. ഇലകളുടെ മർമ്മരം 10 ഡെസിബലായിരിക്കും. ഇലകളുടെ മർമ്മരം 10 ഡെസിബലായിരിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇലകളുടെ മർമ്മരവും ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദവുമാണ്. അത് രണ്ടും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. ശബ്ദം കമ്പനം മൂലമുണ്ടാകുന്നു എന്നും ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നും നമ്മൾ പഠിച്ചു. എന്നാൽ ശബ്ദം നമുക്ക് അനുഭവേദ്യമാകുന്നത് എങ്ങനെയാണ്? അതിനെ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ്? അത് നമുക്കറിയാം. ശ്രവണത്തിന് സഹായിക്കുന്ന ഇന്ദ്രിയം എന്നത് ചെവിയാണ്. എങ്ങനെയാണ് അത് ശ്രവണത്തെ സഹായിക്കുന്നത്? ഒരു ശബ്ദസ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദതരംഗങ്ങൾ ചെവിക്കുടയിലെത്തുകയും ചെവിക്കുടയിലെത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ തട്ടുകയും ചെയ്യുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടത്തിലുണ്ടാകുന്ന ഈ കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥി ശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒച്ചിൻ്റെ ആകൃതിയിലുള്ളതും ഏകദേശം 3 സെന്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണ് കോക്ലിയ. ഇതിൻ്റെ ഉള്ളറകളിൽ എൻഡോലിംഫ് എന്ന ഒരു തരം ദ്രാവകമുണ്ട്. ഈ ദ്രാവകത്തിലേക്ക് കമ്പനം പടരുന്നു.
കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഈ കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം അനുഭവേദ്യമാവുന്നത്. എങ്ങനെയാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നത്? ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്നു തട്ടുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടത്തിലുണ്ടാകുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥിശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥിശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. കോക്ലിയ കമ്പനം ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഉള്ളിലുള്ള എൻഡോലിംഫ് എന്ന ദ്രാവകം കമ്പനം ചെയ്യുന്നു. എൻഡോലിംഫ് എന്ന ദ്രാവകത്തിൽ കമ്പനം പടരുന്നതോടെ അവിടെയുള്ള നാഡീകോശങ്ങളും കമ്പനം ചെയ്യുന്നു. അവിടെ വച്ച് നാഡീകോശങ്ങൾ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി തലച്ചോറിലെത്തുകയും ശബ്ദം അനുഭവേദ്യമാവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശ്രവണ പരിധിയെക്കുറിച്ചാണ്. ശരിയായ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെഡ്സിനും കൂടിയ പരിധി ഏകദേശം 20,000 ഹെഡ്സുമാണ്. അതായത് സാധാരണ ഒരു മനുഷ്യന്റെ ശ്രവണ പരിധി എന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയ്ക്കാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 20 ഹെഡ്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് ശബ്ദമെന്നും 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദത്തെ അൾട്രാസോണിക് ശബ്ദമെന്നുമാണ് പറയുന്നത്. 20 ഹെഡ്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് ശബ്ദം. 20,000 ഹെഡ്സിന് കൂടുതലുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിസിലാണ് അല്ലെ, ഗാൾട്ടൺ വിസിൽ. ഈ ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. എന്താണ് കാരണം? ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ഏകദേശം 30,000 ഹെഡ്സ് ആണ്. നമുക്കറിയാം ഒരു സാധാരണ മനുഷ്യന്റെ ശ്രവണപരിധി എന്നത് 20,000 ഹെഡ്സിന് താഴെയാണ്. അതുകൊണ്ടാണ് ഈ ഗാൾട്ടൺ വിസിലിൽ നിന്നുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയാത്തത്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് രാത്രിയിൽ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത് എപ്രകാരമായിരിക്കും? വവ്വാലുകൾ അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഈ ശബ്ദം സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങളിൽ തട്ടി അത് പ്രതിഫലിക്കുന്നു. ഇങ്ങനെ തിരിച്ചു വരുന്ന ശബ്ദത്തെ സ്വീകരിച്ചാണ് വവ്വാലുകൾ ഇരപിടിക്കുന്നത്. ഈ ഒരു സാങ്കേതിക വിദ്യയെ എക്കോ ലൊക്കേഷൻ എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഈ എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് ഇരകളെയും ശത്രുക്കളെയും വവ്വാലുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നു. ഒരു സമയത്തുള്ള ശബ്ദത്തിന് പകരം ശബ്ദ പരമ്പരകൾ സൃഷ്ടിച്ചാണ് വവ്വാൽ ഇരയുടെയും ശത്രുവിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കുന്നത്. കേൾവിശക്തിക്കായി നമ്മെ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് ചെവി. ഈ ചെവിയുടെ ഉള്ളിൽ വളരെ ലോലമായ ഭാഗങ്ങളാണുള്ളത്. ഇതിലുണ്ടാകുന്ന ചെറിയ തകരാറ് പോലും ഒരുപക്ഷെ കേൾവിശക്തി ഇല്ലാതാക്കാൻ കാരണമായി തീരാം. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. എന്താണ് ശ്രവണ സഹായി? കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ്. വിവിധ തരത്തിലും വലിപ്പത്തിലുമുള്ള ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. ഈ ശ്രവണ സഹായിക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്: മൈക്രോഫോൺ, ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? മൈക്രോഫോൺ, ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. മൈക്രോഫോണിൻ്റെ പ്രവർത്തനം എന്താണ്? ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ആംപ്ലിഫയർ ഈ വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു. ശക്തി കൂടിയ ഈ വൈദ്യുത സിഗ്നലുകളെ കൂടുതൽ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി ഈ കേൾവിശക്തി കുറഞ്ഞവരുടെ കർണപടത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ലൗഡ് സ്പീക്കറിൻ്റെ ധർമ്മം. മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത്? ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു. ഇങ്ങനെ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിലെത്തിക്കുന്നു. ശ്രവണ സഹായിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി നൽകാൻ ഒരു ബാറ്ററി കൂടി ഈ സംവിധാനത്തിലുണ്ടാകും. ശരിയായ കേൾവിശക്തിയുള്ള ഒരാളുടെ ശ്രവണപരിധി എന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഇവിടെ കുറച്ച് ജന്തുക്കളുടെ ശ്രവണപരിധി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. നായയുടെ ശ്രവണപരിധി 67 ഹെഡ്സിനും 45,000 ഹെഡ്സിനും ഇടയിലാണ്. നായയുടെ ശ്രവണപരിധി 67നും 45,000 ഹെഡ്സിനും ഇടയിൽ. പൂച്ചയുടെ ശ്രവണപരിധി 45 ഹെഡ്സിനും 64,000 ഹെഡ്സിനും ഇടയിലാണ്. പൂച്ചയുടെ ശ്രവണപരിധി എത്രയാണ്? 45 ഹെഡ്സിനും 64,000 ഹെഡ്സിനും ഇടയിൽ. പശുവിൻ്റെ ശ്രവണപരിധി 23 ഹെഡ്സിനും 35,000 ഹെഡ്സിനും ഇടയിലും. കുതിരയുടെ ശ്രവണപരിധി 55 ഹെഡ്സിനും 33,500 ഹെഡ്സിനും ഇടയിൽ. എലിയുടെ ശ്രവണപരിധി 1000 ഹെഡ്സിനും 91,000 ഹെഡ്സിനും ഇടയിൽ. വവ്വാലിൻ്റെ ശ്രവണപരിധി 2000 ഹെഡ്സിനും 1,23,000 ഹെഡ്സിനും ഇടയിലാണ്. വവ്വാലിൻ്റെ ശ്രവണപരിധി എത്രയാണ്? 2000 ഹെഡ്സിനും 1,23,000 ഹെഡ്സിനും ഇടയിലാണ്.
ആനയുടെ ശ്രവണപരിധി 16 ഹെഡ്സിനും 12,000 ഹെഡ്സിനും ഇടയിലും, സ്വർണ്ണ മത്സ്യത്തിൻ്റെ ശ്രവണപരിധി 20 ഹെഡ്സിനും 3000 ഹെഡ്സിനും ഇടയിലും, കോഴിയുടെ ശ്രവണപരിധി 125 ഹെഡ്സിനും 2000 ഹെഡ്സിനും ഇടയിലാണ്. ഈ ഒരു പട്ടിക കണ്ടാൽ മനസ്സിലാവും നായ, പൂച്ച, പശു, കുതിര, എലി, വവ്വാൽ തുടങ്ങിയ ജീവികൾക്ക് അൾട്രാസോണിക് ശബ്ദം കേൾക്കാൻ സാധിക്കും അല്ലേ. അൾട്രാസോണിക് ശബ്ദം എന്നാൽ 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദമാണ്. ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്ന ജീവി ഏതാണ് ഇതിൽ? ആനയുണ്ട് അല്ലേ. 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് ശബ്ദം. ആനയ്ക്ക് ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് മനുഷ്യന് കേൾക്കാൻ സാധ്യമാണോ? എന്നാൽ ചില ജന്തുക്കൾ ആ സമയത്ത് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് ശബ്ദമാണ് ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് 20 ഹെഡ്സിൽ താഴെയാണ്. മനുഷ്യനത് കേൾക്കാൻ സാധിക്കില്ല. കാരണം എന്താ? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശ്രവണപരിധി എന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. പ്രാവുകൾ, ആന തുടങ്ങിയ ചില ജീവികൾക്ക് ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങൾ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവ പ്രതികരിക്കുന്നത്. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോണാർ അല്ലേ. ഈ സോണാർ എന്ന ഉപകരണത്തിലും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോണാറിൻ്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നതാണ്. സോണാറിൽ മാത്രമല്ല, വൈദ്യശാസ്ത്ര രംഗത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗം സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നതിനെ ശബ്ദമലിനീകരണം എന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും ശബ്ദമലിനീകരണമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കേരളം. ഒച്ച എന്നത് നമ്മുടെ ശരീര ആരോഗ്യത്തെ മാത്രമല്ല, മാനസികവും വൈകാരികവുമായ തലങ്ങളെയും ബാധിക്കും. ഇത് രക്തസമ്മർദ്ദം, പ്രമേഹം, ബധിരത, ആസ്മ, പഠനവൈകല്യം തുടങ്ങിയവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശബ്ദമലിനീകരണങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, വൈകാരിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു, ശ്രവണക്കുറവിന് കാരണമാകുന്നു, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിക്കുന്നു. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയാം വിധം പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ശബ്ദമലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ഒരു പരിധിവരെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാൻ സാധിക്കും. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദമുണ്ടാക്കരുത്. ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് തടയുക. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയാം വിധം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ശബ്ദമലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വച്ചുപിടിപ്പിക്കുക. മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാൻ സാധിക്കും. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദമുണ്ടാക്കരുത്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയുള്ളത് വിലയിരുത്താം എന്ന പോർഷനാണ്. നിങ്ങൾ അതുകൂടി ഒന്ന് റെഫർ ചെയ്യണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്